മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയാൽ അവസരം ലഭിച്ച നാം അനുഗ്രഹീതരാണ്. അനേകം സാധ്യതകളും അവസരങ്ങളും ലഭിക്കുന്നതോടൊപ്പം അത് ഉയർത്തുന്ന വെല്ലുവിളികളും അനിശ്ചിതത്വവും വളരെയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അനിശ്ചിത സംഭവങ്ങളും സ്ഫോടനങ്ങളും ആത്മഹത്യകളും ഭീകരപ്രവർത്തനങ്ങളും പ്രകൃതിക്ഷോഭവുമെല്ലാം നാം ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയെല്ലാം നടുവിൽ എങ്ങനെ നാം മുന്നോട്ട് പോകുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. ദൈവത്തോട് കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. അതിപ്രകാരമാണ്: ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. യേശുക്രിസ്തു ജീവിക്കുന്നതിനാൽ എനിക്ക് നാളെയെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ബിക്കോസ് ഹി ലിവ്സ് ഓൾ ഫിയർ ഇസ് ഗോൺ. യേശുക്രിസ്തു ജീവിക്കുന്നതിനാൽ എല്ലാ ഭയവും നീങ്ങിപ്പോയി. ബിക്കോസ് ഐ നോ ഹി ഹോൾഡ്സ് ദ ഫ്യൂച്ചർ ആൻഡ് ലൈഫ് ഇസ് വർത്ത് ലിവിങ്. യേശുക്രിസ്തു എൻ്റെ ഭാവിയെ പിടിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്. ജസ്റ്റ് ബിക്കോസ് ഹി ലിവ്സ്. യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ കൂടെ അവൻ എപ്പോഴും ഇരിക്കാമെന്നുള്ള വാഗ്ദത്തമുള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രക്ഷുബ്ധമായ ലോകത്തിൽ കാറ്റിനെയും കോളിനെയുമെല്ലാം അടക്കി ഭരിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മോട് കൂടെ എന്നും ഇരിക്കുവാൻ നമ്മുടെ നാഥനും കർത്താവുമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നാം ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. എങ്ങനെ നമുക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ അനിശ്ചിതമായ തീർച്ചയില്ലാത്ത ഭാവിയെ അഭിമുഖീകരിക്കാമെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ നാം തീരുമാനമെടുക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ യഹോവയായ ദൈവം അവരോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു. അത് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കുന്നത് വളരെയധികം പ്രയോജനകരമായിരിക്കും. വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനായി മോശയെ ദൈവം അഭിഷേകം ചെയ്തു. മോശയ്ക്ക് ശേഷം ജനത്തെ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് നടത്തുവാൻ യോശുവയെ ദൈവം അഭിഷേകം ചെയ്ത് യോശുവയുടെ നേതൃത്വത്തിൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തി. കനാൻ നാട് കോട്ടകളുള്ളതും അനേകം മല്ലന്മാരുള്ളതുമായ ഒരു ദേശമായിരുന്നു. ആ ദേശത്തെക്കുറിച്ച് യോശുവയും യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നവരും ഭയപ്പെട്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അവർ മല്ലന്മാരായിരുന്നു. പക്ഷേ യഹോവയായ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ച്, യഹോവയായ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അവർ മുന്നോട്ട് പോയപ്പോൾ ലോകപ്രകാരം അവർക്ക് അസാധ്യമായിരുന്ന പലതും അവർക്ക് സാധ്യമാക്കി ലഭിച്ചു. ഇമ്പോസിബിളായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ പോസിബിളായി. എന്തായിരുന്നു യോശുവയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ? നാം പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ആ വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലും പ്രയോജനകരമായിരിക്കും. മോശയുടെ മരണത്തോടുകൂടെ ഒരു ഏബിളായിട്ടുള്ളതും അതുപോലെ കഴിവുള്ളതും അനുഗ്രഹ സമ്പൂർണനുമായ ഒരു നേതാവിനെ ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടു. മോശയുണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും മോശയോട് ആലോചിച്ചും മോശയുടെ നിർദ്ദേശപ്രകാരവുമായിരുന്നു ഇസ്രായേൽ മക്കൾ ചെയ്തത്. മരുഭൂമിയിൽ അവർ 40 വർഷം
അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചപ്പോഴെല്ലാം മോശയുടെ ആ നേതൃത്വം, ധീരമായ ആ നേതൃത്വം അവർക്കുണ്ടായിരുന്നു. ഇന്ന് ആ മോശ അവരോട് കൂടെയില്ല. ആ മരുഭൂമി അവർക്ക് നല്ല വശമായിരുന്നു. 40 വർഷം അവർ അതിൽ കൂടെ സഞ്ചരിച്ചവരാണ്. പക്ഷേ ഇന്ന് പോകുവാൻ പോകുന്ന കനാൻ നാട് അവർക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ദേശമാണ്. അങ്ങനെ പരിചയമില്ലാത്തൊരു ദേശത്തേക്ക് അവർ പോവുകയാണ്. നമ്മളുടെയും സ്ഥിതി അതുതന്നെയല്ലേ? നമുക്കറിയില്ല എന്തെല്ലാമാണ് ഈ പുതുവർഷത്തിൽ നാം നേരിടേണ്ടി വരിക, എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൽ സംഭവിക്കുക. ഒന്നും അറിയാത്ത ഒരു കാര്യത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുകയാണ്, നാം ചുവടെടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ യോശുവ അഭിമുഖീകരിച്ച ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സംഭവിക്കാം. പുതിയ പാതകളിൽ കൂടെ പോകണമെന്ന് യോശുവയോട് ദൈവം കൽപ്പിച്ചു. എന്താണ് യോശുവയോട് ദൈവം കൽപ്പിച്ചത്? ഒന്നാമതായി ദൈവം കൽപ്പിക്കുന്നത് അതൊരു കമാൻഡായിരുന്നു. ദൈവം അവനോട് കൽപ്പിക്കുകയാണ്. ഇതാണ് അവനോട് കൽപ്പിച്ചത്. നമുക്ക് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു കേൾക്കാം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇറ്റ് വാസ് എ കമാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഫിയർ നോട്ട് ബട്ട് ട്രസ്റ്റ് ദ ലോർഡ്. ഭയപ്പെടരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. ശക്തിയുള്ളവനായും ധൈര്യമുള്ളവനായും ഇരിക്കുക. നീ ഭയപ്പെടരുത്. മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയില്ല. പക്ഷേ നീ ധൈര്യമുള്ളവനായി ബി സ്ട്രോങ് ആൻഡ് ബി കറേജിയസ്. ഫിയർ നോട്ട് ബട്ട് ട്രസ്റ്റ് ദ ലോർഡ്. ധൈര്യമുള്ളവനായി മുന്നോട്ട് പോകുക. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ എത്രമാത്രം വലുതാണോ വിജയവും അത്രമാത്രം വലുതായിരിക്കും. പലതരത്തിലുള്ള ഭയവും പലതരത്തിലുള്ള ഭാരവും മനുഷ്യന് മുന്നോട്ടുള്ള യാത്രയിൽ വിഘ്നം വരുത്താം. പക്ഷേ ഭയത്തിനുള്ള ഒരു മറുമരുന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. അത് വിശ്വാസമാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നമ്മുടെ മുമ്പിൽ അറിയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നാം വിശ്വസിച്ച് നിത്യനായ ദൈവത്തിൻ്റെ ആ ശക്തിയിലും നിത്യനായ ദൈവത്തിൻ്റെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഘ്നങ്ങളെയും ചാടിക്കടന്ന് മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ ലഭിക്കും. സങ്കീർത്തന പുസ്തകം 56-ന്റെ 3-4 വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത്. 56-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? സ്തോത്രം. ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. ഞാൻ എവിടെയോ വായിച്ചു ഇപ്രകാരം. അത് ഒരു ദൈവവേദൽ തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. ഫിയർ വാക്സ് ഔട്ട് വെൻ ഫെയ്ത്ത് വാക്സ് ഇൻ. ഭയം ഓടി അകലും, നടന്നകലും എപ്പോഴാണ്? വിശ്വാസം നടന്നു കയറുമ്പോൾ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, എന്നെ നടത്തുവാൻ അവൻ ശക്തനാണെന്നുള്ള വിശ്വാസം, എന്നെ വിളിച്ചിറക്കിയത് മനുഷ്യരാരുമല്ല, എനിക്ക് പാപത്തിൽ നിന്ന് മോചനം തന്നത് മനുഷ്യരാരുമല്ല, എന്നെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ ലോകത്തിലെ ഒരു ശക്തിയുമല്ല, ലോകത്തിലെ ഒരു ദൈവവൈതലുമല്ല, പക്ഷേ ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ആ തിരുരക്തം, അവസാനത്തെ തുള്ളി രക്തം വരെയും ചൊരിഞ്ഞ കർത്താവായ യേശുക്രിസ്തു ആണെന്നുള്ള ബോധ്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ലഭിക്കും.
ഞാൻ വായിച്ചിട്ടുണ്ട്, എൻ്റെ പിതാവ് പലപ്പോഴും ഉദാഹരണം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡെ തൻ്റെ മരണസമയത്ത് മരിക്കുവാൻ കിടന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു അദ്ദേഹത്തോട്, എന്താണ് അവസാനമായി പറയുവാനുള്ളത് ഞങ്ങളോട്? അദ്ദേഹം പറഞ്ഞു, വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വാക്യമാണ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നുവെന്ന് മൈക്കിൾ ഫാരഡെ പറഞ്ഞു. ആ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആ വലിയ വിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയെ നോക്കി ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഈ വർഷം, ഈ പുതുവർഷം എന്തെല്ലാം സംഭവിച്ചാലും, നമ്മുടെ ചുറ്റുപാട് എന്തെല്ലാം വന്നാലും അതിനെ ഒന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാനുള്ള വിശ്വാസം നമുക്ക് ലഭിക്കും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ മകനായ തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നീ ബലഹീനനാണ്, നീ ശക്തി കുറഞ്ഞവനാണ്, പക്ഷേ നിന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. നീ ബലഹീനനാണെങ്കിലും ബലവാനായ ഒരുവൻ നിന്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചാച്ചൻ ഞങ്ങളെ പഠിപ്പിച്ച ഒരു വേദവാക്യമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഞാൻ ബലഹീനനാണ്, പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നുവെന്ന്. ആ ബലഹീനതകളിൽ പ്രശംസിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ആ ശക്തിയിൽ നാം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭാവിയെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. നമുക്ക് കാണുവാൻ സാധിക്കും, യോശുവയ്ക്ക് ദൈവത്തിൻ്റെ ആശ്വാസം ലഭിച്ചു. ദൈവം തരുന്ന ആശ്വാസം യോശുവയ്ക്ക് ലഭിച്ചു. നാം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം തരുന്ന ആശ്വാസവും ദൈവം തരുന്ന സന്തോഷവും ദൈവം തരുന്ന സമാധാനവും ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഭാവിയെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ദൈവം യോശുവയെ ആശ്വസിപ്പിക്കുകയാണ്, ദൈവം യോശുവയെ ശക്തീകരിക്കുകയാണ്, ദൈവം യോശുവയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്താണ് യോശുവയോട് യഹോവയായ ദൈവം പറയുന്നത്? 2-ാം വാക്യം, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. ദേശത്തേക്ക്, ആ കനാൻ നാട്ടിലേക്ക് കടന്നു പോകുവിനെന്ന് യോശുവയോട് പറയുകയാണ്. യോശുവയുടെ ജീവിതത്തിൽ നിത്യനായ ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശ്യം, പർപ്പസ് അവനോട് പറയുകയാണ്. നീ ജനത്തെയും കൂട്ടി കനാൻ നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു. പർപ്പസ് ഓഫ് യുവർ ലൈഫ്, എന്താണ് നിന്റെ ജീവിതത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവം നിന്നെക്കുറിച്ച് ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം എന്തെല്ലാമോ ചെയ്ത്, ഈ ലോകത്തിൽ വലിയവനായോ ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നിസ്സാരമായ ഈ ജീവിതം, ക്ഷണികമായ ഈ ജീവിതം, 70-80 വയസ്സുകാലം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹവും ഉദ്ദേശ്യവും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു ശീമോൻ പത്രോസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. നിന്റെ ജീവിതം കൊണ്ട്
നിത്യനായ ദൈവം കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് അവൻ്റെ സാക്ഷിയായി ഈ ലോകത്തിൽ ജീവിക്കുക എന്നതാണ്. എൻ്റെ പിതാവ് പ്രൊഫസർ എം എ യോഹന്നാൻ സാറ് എപ്പോഴും ഞങ്ങൾ മക്കളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്: നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായിത്തീരണം. എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ എനിക്ക് ദൈവം ഒരു മാനസാന്തരം തന്നു. 36-ാമത്തെ വയസ്സിൽ ആഴത്തിലുള്ള സമർപ്പണവും അഭിഷേകവും ദൈവം എനിക്ക് തന്നു. അതിനുശേഷം എൻ്റെ ജീവിതം ദൈവവേലയ്ക്കായി ഞാൻ മാറ്റിവെച്ചു. അതുപോലെ നിങ്ങളുടെയും ജീവിതം യേശുവിന് വേണ്ടി മാറ്റിവെച്ച് യേശുവിൻ്റെ സാക്ഷികളായി യേശുവിന് വേണ്ടി ഈ ലോകത്തിൽ അടരാടുന്ന യോദ്ധാക്കളായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചൻ കടന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ സമർപ്പണവും അതുതന്നെയാണ്. യേശുവിന് വേണ്ടി യേശുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുക. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പർപ്പസ്, ഉദ്ദേശ്യവും ആഗ്രഹവും എന്താണെന്ന് നാം മനസ്സിലാക്കണം. യോശുവയെക്കുറിച്ച് നിത്യനായ ദൈവം അത് പറഞ്ഞു. രണ്ടാമതായി അവന് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. യോശുവയ്ക്ക് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ നമുക്ക് തന്ന കർത്താവായ യേശുക്രിസ്തു നിത്യനായ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. പ്രയാസങ്ങൾ വരും, ഭാരങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അപ്പോഴെല്ലാം ഉറച്ചു നിൽക്കുവാനുള്ള ഒരൊറ്റ മാർഗം, എനിക്ക് ദൈവം തന്ന വാഗ്ദത്തം എന്താണ്? യോശുവയ്ക്ക് അവനൊരു വാഗ്ദത്തം കൊടുത്തു. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവായ യേശുക്രിസ്തു, വാക്കുമാറാത്തവനായ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ട് നമ്മോട് ഓരോരുത്തരോടും പറയുന്നത്: മകനെ, മകളെ, ഞാൻ നിനക്ക് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. എൻ്റെ ആ രാജ്യത്തിൽ അവകാശം ലഭിക്കുവാനായി ഞാൻ നിനക്ക് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മോട് കടന്നു വന്ന് പറയുന്നതാണ്: ഞാൻ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ആ വാഗ്ദത്തം നിത്യജീവൻ്റെ അവകാശം, ആ എവർലാസ്റ്റിംഗ് ലൈഫിൻ്റെ അവകാശമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് ഇന്ന് യേശുക്രിസ്തു പറയുകയാണ്. യോശുവയ്ക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം കൊടുത്തു. മൂന്നാമതായി യോശുവയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുത്തു. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. അവൻ്റെ ജീവിതത്തിലെ പർപ്പസ് ദൈവം അവന് കാണിച്ചു കൊടുത്തു. രണ്ടാമത് പ്രോമിസ് കൊടുത്തു. ഇപ്പോൾ പ്രസൻസ് അവന് കൊടുക്കുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള ആ വാഗ്ദത്തം, ആ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്തമാണ് അവന് കൊടുക്കുന്നത്. ആ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് അവന് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഇത് നാം മനസ്സിലാക്കണം. നിത്യനായ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നാം തളരുമ്പോൾ, നാം പ്രയാസപ്പെടുമ്പോൾ, നാം ദുഃഖിക്കുമ്പോൾ, നാം കരയുമ്പോൾ നമ്മുടെ കരച്ചിൽ കാണുന്ന നല്ലവനായ ദൈവം. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് പോകാതെ എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതിൽ പരം വലിയ ഭാഗ്യം മറ്റൊന്നില്ല. പ്രിയമുള്ളവരെ, പിന്നീട് യോശുവയോട് ഒരു കാര്യം പറയുകയാണ്. യോശുവയോട് നിത്യനായ ദൈവം പറഞ്ഞു, നീ ധൈര്യമായി മുന്നോട്ട് പോകുവാൻ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടിരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി ഉപായിക്കും. അവനോട് പറയുകയാണ്, ഈ ദേശമെല്ലാം ഈ ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുക്കുക. അതിനു മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവരെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുക എന്ന് അവരോട് പറയുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക എന്നതിന് ശേഷം ഇപ്രകാരമാണ് പറയുന്നത്: സാങ്ക്ടിഫൈ യുവർ സെൽഫ്, ശുദ്ധീകരണം പ്രാപിക്കുക എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.
ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ പുതുവർഷത്തിൽ നാം ഒരു കാര്യം ചെയ്യണം, കോൺസെക്രേറ്റ് ourselves. നമ്മളുടെ ജീവിതത്തിൽ നാം ഒരു തീരുമാനമെടുക്കണം. പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് പുതിയൊരു ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് നാം പോകുവാനായിട്ട് നാം ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് തിരുരക്തത്തിൽ നാം ആശ്രയിച്ച് ആ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ നാം എല്ലാ പാപങ്ങളും മോചിക്കപ്പെട്ട് നാം ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാനുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭാവിയെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഒറ്റ കാര്യം മാത്രമേ അതിന് ചെയ്യേണ്ടിയതുള്ളൂ. എൻ്റെ യേശുവേ, ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു, ഞാൻ ഇനി പഴയതുപോലെ ജീവിക്കുകയില്ല. ഞാൻ ഒറ്റ കാര്യം തീരുമാനിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് കർത്താവേ. നമുക്ക് ഓരോരുത്തർക്കും ആ തീരുമാനത്തിലേക്ക് കടന്നു വരാം. യേശുവിനോട് നമുക്കൊരു കാര്യം പറയാം, എൻ്റെ യേശുവേ, ഇതുവരെയും ഞാൻ പാപത്തിൽ ജീവിച്ചു, ഇതുവരെയും ഞാൻ അശുദ്ധിയിൽ ജീവിച്ചു, ഇതുവരെയും ഞാൻ നിന്നെ ഓർക്കാതെ പിശാചിൻ്റെ ആലോചനയ്ക്ക് വശംവദയായി ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചു. എൻ്റെ യേശുവേ, ഇനിയുള്ള കാലം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഇനിയുള്ള കാലം ഞാൻ തെറ്റുപറ്റാതെ പാപമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി കാക്ഷിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. കർത്താവേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ, എന്നെ നീ കഴുകണമേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ തന്നെ വേലയ്ക്കായി ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ക്രൂശിലെ തിരുരക്തം നമ്മുടെ ഓരോ പാപങ്ങളെയും കഴുകട്ടെ. നമ്മളുടെ പാപങ്ങളെയെല്ലാം കഴുകി നമ്മെ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു വായിക്കുന്ന പോലെ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ നമുക്ക് ഈ പുതുവർഷത്തിൽ മുന്നോട്ട് പോകാം. അതിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, തന്ന വചനങ്ങൾക്കായി സ്തോത്രം, തന്ന ആലോചനകൾക്കായി സ്തോത്രം. ഈ പുതുവർഷത്തിൽ അവിടുത്തെ കൃപയോടുകൂടെ, അവിടുത്തെ വാഗ്ദത്തോടുകൂടെ, അവിടുത്തെ സ്നേഹത്തോടുകൂടെ, അവിടുത്തെ കരുണയോടുകൂടെ എല്ലാവരോടും പെരുമാറുവാനും മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾക്കും അവിടുന്ന് മറുപടി തരണമേ. ഞങ്ങളെ മതിക്കുന്ന ഓരോ വിഷയങ്ങളിലും അവിടെ നിങ്ങൾക്ക് മറുപടി തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമീൻ.